ഈ സുഭാഷിന്റെ കല്യാണം നടന്നു എന്ന് തന്നെ കരുതുക. എന്തിനാണ് ഒരവേട്ടെ? കല്യാണം നടന്നില്ലേ? നടന്നിട്ടാ പോരെ. ആ, ഒരു 1000 രൂപ അങ്ങോട്ട്. എനിക്കിപ്പോ അത്യാവശ്യമൊന്നും ഇല്ല. നിനക്ക് തരുന്ന കാര്യമല്ല പറഞ്ഞത്, ഇവിടെ തരണം. ഈ രജിസ്ട്രേഷൻ ഫീസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി. ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ടല്ലേ? വല്ലവരുടെ കല്യാണത്തിന് നമ്മള് കാശിലാക്കേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് ഞാൻ എണ്ണ. പിന്നെ കല്യാണം നടന്നാൽ ഇവിടത്തെ ഓരോ സ്റ്റാഫിനും എന്റെ വകയായി 10,000 രൂപ ഞാൻ പാരിതോഷികം തരും. സന്തോഷം, സന്തോഷം. ആ പേരും മേൽവിലാസം എല്ലാം കൂടി ഇങ്ങോട്ട് പറഞ്ഞേ. സുഭാഷ്, അഴിക്കകത്ത് തറവാട്, കരിമഠം. സത്യം കേട്ടാ, നല്ല മനോഹരമായ തറവാട് പേരാണ്. 10,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായി തറവാട്. ഓക്കെ. 10-12 രജിസ്ട്രേഷൻ ഇതുവരെ കഴിഞ്ഞു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കേസിനും ഇതുവരെ ഒരു തുമ്പ് ഉണ്ടാക്കിയിട്ടില്ല. കേസാ? ഓ, എന്റെ ചാക്കോ സാറേ, നമ്മൾ ഈ തുടങ്ങിയിരിക്കുന്ന കല്യാണ ബ്യൂറോ ആണ്. ഡിക്റ്റേറ്റീവ് ഏജൻസി ഒക്കെ പണ്ടല്ലായിരുന്നാ? എടോ, ഈ കല്യാണ ബ്യൂറോ ഒന്നും ഡിറ്റക്റ്റീവ് ഏജൻസി എന്നൊക്കെ പറഞ്ഞ എല്ലാം ഒന്ന് തന്നെ. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, കല്യാണ ബ്യൂറോയിൽ പട്ടിയില്ല. 1-2 കല്യാണം നടന്നു കഴിയുമ്പോ അതിനൊന്നും വലിയ പഞ്ഞം കാണത്തില്ല ചാക്കോ സാറേ. താൻ വല്ലത് പറഞ്ഞായിരുന്നോ? അല്ല, എത്രയും പെട്ടെന്ന് ആ സുഭാഷിന്റെ കാര്യം വ്യവസ്ഥയാക്കണം. അനിയ സഭാഷ് കിടന്ന് വിളിയോട് വിളിയാണ്. അയാളുടെ കാര്യം അല്പം സീരിയസ് ആയിട്ട് എടുത്തേ പറ്റൂ. ഹലോ, അതെ അതെ, മറ്റേ രജിസ്ട്രേഷന്റെ പാർട്ടിയാണ്. പറഞ്ഞോളൂ. പയ്യനെ കണ്ടുപിടിക്കണമെന്നോ? കൊള്ളാം. അതിനുവേണ്ടിയല്ലേ മാഡം ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. പേര് പറയൂ. രാജീവ്. നക്ഷത്രം? ഹലോ മാഡം, നക്ഷത്രം പറയൂ. ഉണർന്നം? പിന്നെന്താ ഒരു ഉണർവില്ലാത്തത്? അതെ, നാളെ ഒരു കാര്യം ചെയ്യൂ. പയ്യന്റെ 3 കളർ ഫോട്ടോ ആയിട്ട് ഞങ്ങളുടെ മാരേജ് ബ്യൂറോയിലേക്ക് വരൂ. പയ്യന്റെ പടം കണ്ടല്ലേ നമുക്ക് പറ്റിയ ഒരു പെണ്ണിനെ തപ്പാൻ പറ്റൂ. ഹലോ അയ്യാ, എന്താ? ഒന്നുമില്ല, അവരുടെ കാണാതായ മകനെ കണ്ടുപിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് വിളിച്ചതാ. ഈ ഡിറ്റക്റ്റീവ് ഏജൻസി നിർത്തിയ വിവരം അവരറിഞ്ഞിട്ടില്ല. രാവിലെ ആവശ്യമില്ല ഒരു സ്ത്രീയുടെ വായിരിക്കുന്ന തെറിവിളി കേട്ട് ഇന്നത്തെ ദിവസം പോക്ക. അല്ല, ഇവർക്കൊക്കെ ഒരു പത്രത്തിൽ പരസ്യം കൊടുത്താ എന്താ? പിന്നെ ചാക്കോ സാർ, ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. പത്രപരസ്യം അത് കൊള്ളാലോടോ. നമുക്ക് ഈ സുഭാഷിന്റെ ഫോട്ടോ അടക്കം പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കാം. സുന്ദരനും സുകുമനും സുശീലനുമായ ഒരു യുവാവിന് പറ്റിയൊരു പെൺകുട്ടിയെ ആവശ്യമുണ്ട്. അത് കൊള്ളാം. നമുക്ക് നല്ലൊരു മഹസർ കൂടി തയ്യാറാക്കി കൊടുക്കാം. എന്താ? അല്ലെ ഈ പത്രത്തിൽ കൊടുക്കുന്ന മഹസർ? അത് തന്നെ, നല്ലൊരെണ്ണം തയ്യാറാക്കി കൊടുക്കാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. പട്ടിയോ മറ്റോ? ബയോഡേറ്റയിൽ ഇല്ല. നമസ്കാരം. നിങ്ങൾ പുളിയാമ്പറമ്പ് മാരേജ് ബ്യൂറോയിൽ മകൾക്ക് വേണ്ടി പേര് രജിസ്റ്റർ ചെയ്തു. എത്ര വയസ്സായി? 60 വയസ്സ്. 60 വയസ്സ് പ്രശ്നമാണ്. എന്ത് പ്രശ്നം? അല്ല, അതനുസരിച്ചുള്ള ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണ്ടേ? എടോ, എന്റെ വയസ്സാ പറഞ്ഞാണല്ലേ. മോക്ക് ഇടവത്തിൽ 22 വയസ്സ് തികയും. മതി, ഞങ്ങൾക്കത് മതി. മോൾക്ക് പറ്റിയ ഒരു ആലോചനയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. അതെ, ഇരിക്കാനൊന്നും സമയമില്ല. ഇവിടുത്തെ പെങ്കൊച്ചിന് ഏറ്റവും നല്ലൊരു ആലോചനയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. 10ൽ 10 പൊരുത്തവും ഉണ്ട്. മോള് ടീച്ചറാണല്ലേ? അതെ. പയ്യൻ റിപ്പോർട്ടറാണ്. പയ്യന്റെ സ്വഭാവവും പേഴ്സണാലിറ്റിയും ഇതിലൊക്കെ ഞങ്ങൾ കാരണം. എനിക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ സത്യം ഈ പയ്യനെ കൊണ്ട് ഞാൻ കെട്ടിച്ചാൽ. തങ്കപ്പെട്ട സ്വഭാവമാണ്. പെണ്ണിനെ അവൻ പൊന്നുപോലെ. അതെ അതെ. പൊന്നുപോലെ നോക്കുമെങ്കിൽ സൂക്ഷിക്കണം. എന്ത് എടുത്ത് പണയം വെച്ചാലോ? എന്ന് വെച്ചാൽ നല്ല സ്വഭാവമുള്ള ചെറുക്കനാണെന്ന്. ദേ പയ്യ നല്ല തറവാടിയാണ്. പിന്നെ ഇടപെടാൻ പറ്റിയ ആള്. പെൺവീട്ടുകാരെ കുറിച്ച് ചെറുക്കനുള്ള ഒരേ ഒരു ഡിമാൻഡ് അത് മാത്രമാണ്. ഡൗറി? റൗഡിയാ? റൗഡി സെറ്റപ്പ് ഒന്നും നമ്മൾ എടുക്കൂല. റൗഡി അല്ല, ഡൗറി, സ്ത്രീധനം. എന്തുകൊണ്ടും നിങ്ങളുടെ മകൾക്ക് യോജിച്ച പയ്യനാ. ഇതാണ് ആ പയ്യൻ. കണ്ട? എവിടെയോ കണ്ടു നല്ല പരിചയമുണ്ടല്ലോ. പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നു. ഓ, അതാണോ? ഏതായാലും ഞാൻ മോളുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. ഈ ഫോട്ടോ ഇവിടെ ഇരിക്കട്ടെ. പുളിയാമ്പറമ്പിൽ കമ്പ്യൂട്ടറൈസ്ഡ് മാരേജ് ബ്യൂറോയുടെ ആദ്യത്തെ കല്യാണമാണ്. അത് മംഗളമായിട്ട് നടക്കണം. അതിനാ ഞങ്ങൾ ഈ പാടുപെട്ട് ഓടി നടക്കുന്നേ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചായയോ കാപ്പിയോ മറ്റോ? അതൊക്കെ പിന്നെയാവാം. വരട്ടെ. ശരി എന്നാ. ശരി. നിന്റെ കല്യാണം ഞാൻ നടത്തത്തില്ല, നിന്നെ ഞാൻ കെട്ടും.
ഇത് ഇവിടെ ഇരിക്കട്ടെ, വേറെ നോക്കാം. ഇതും മോശമാണ്. പേരും നാളും പറ. പേര് നാളെ പറയാനാ? ആ, പേര് നാളെ പറയാനല്ല, പേര് നാളും പറയാൻ. ഓ അത് ശരി. അപ്പൊ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ആരാ? സബാഷ്, സുഭാഷിന്റെ അനിയൻ. എന്റെ ചേട്ടന്റെ ആലോചന ഏതുവരെ ആയി? നമ്മുടെ റിപ്പോർട്ടർ സുഭാഷ്. അതെല്ലാം ശരിയായി. ഞങ്ങള് കേരളത്തിൽ ഇപ്പൊ നിലവിലുള്ള 14 ജില്ലകളിൽ നിന്ന് ഫോട്ടോകൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതില് ഇഷ്ടമുള്ളൊരെണ്ണം, ബ്രദറിന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്ത് തരണം കേട്ടാ. 14 ജില്ലയുടെ പടമാണ്? ജില്ലയുടെ അല്ല, 14 ജില്ലയിലെ പെൺകുട്ടികളുടെ പടമാണ്. ഇത് കാട് മാത്രമല്ലോ പെൺകുട്ടി? അത് ഫോറസ്റ്റിലാണ് ആ പെൺകുട്ടി വർക്ക് ചെയ്യുന്നത്. അതെങ്ങനെയുണ്ട്, ഉറപ്പിക്കട്ടാ? അല്ല, അത് നമുക്ക് ആലോചിക്കുന്ന കാര്യമുള്ളൂ. അത് നല്ലതാണ്, നല്ല കുടുംബത്തിൽ പറഞ്ഞാണ്. വേണ്ടേ? അയ്യോ, അത് എൻഗേജ്മെന്റ് കഴിഞ്ഞു പോയി. ആണല്ലേ? കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അത് ഉറപ്പിക്കട്ടാ? പക്ഷെ ഭർത്താവ് സമ്മതിക്കൂല. ഇത് അത് ഉറപ്പിക്കാൻ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ, ഇനി ദിവസങ്ങളില്ല, 2 ആഴ്ചക്കുള്ളിൽ കാര്യങ്ങൾ പടപടയെന്ന് നടക്കണം. എന്തോ? അല്ല സബാഷ്, ധൈര്യമായിട്ട് പോ, നമുക്ക് ശരിയാക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതൊക്കെ ഒരു സൂചന മാത്രമല്ലേ. എന്ത് ഇനി എന്നെ നടത്തിക്കരുത്. പറഞ്ഞില്ലേ? എത്തിക്കുന്നത് നല്ല പ്രപ്പോസൽ ആണെങ്കിൽ പറഞ്ഞ എമൗണ്ട് ഞാൻ വർദ്ധിപ്പിക്കും. മനസ്സിലായില്ല? 10-15 ആവും, പിന്നെ വർദ്ധിക്കും. ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ. പൊയ്ക്കോ, ധൈര്യമായിട്ട് പൊയ്ക്കോ. അപ്പൊ എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. ശരി, ഇതെനിക്ക് തരുമോ? അല്ലെ, കാണാൻ കൊള്ളാന്നുള്ള പെൺകുട്ടികളുടെ ഫോട്ടോ കാണുമ്പോ എനിക്ക് ഭയങ്കര ആകർഷണമാണ്. പെണ്ണുങ്ങൾ കൂടെ ആകർഷണം തോന്നണ്ടേ? പോയി കുളിച്ച് വൃത്തിയായിട്ട് വാ. അത് കൊള്ളാം. ഇപ്പൊ 10-15 നാളെ ഒന്നുകൂടി ഇവൻ വന്ന 15-20 ആവും. 10 വട്ടം വന്ന 50,000 രൂപ. ഈ കല്യാണം ഇമ്മണി കഴിഞ്ഞ് ഞാൻ നടത്തും. നീ എന്താടി നട റോഡില്? വണ്ടി കയറി വീട്ടിലോട്ട് പോവാം. ആരെ കാണാൻ? നിന്നെ പിള്ളേരെ കാണാൻ, അല്ലാതെ പിന്നെ ആരെ കാണാൻ? രാജകീയമായിട്ടാണല്ലോ വരവ്. എവിടുന്ന് കിട്ടി വണ്ടി? മോട്ടിച്ചത് തന്നെ. എടി, ഞാൻ ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ. നിന്നാണ് സത്യം. ഇത് ഞാൻ എന്റെ കൂട്ടുകാരന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തതാ. അയ്യോ, പുതിയ പെണ്ണിനെയും കെട്ടി ഊർജിട്ടാനായിരിക്കും പുതിയ വണ്ടി. പുതിയ പെണ്ണിനെ? ഒന്നും അറിയാത്ത പോലെ. എടി, ആദ്യം നീ വണ്ടിയിലോട്ട് കയറ്. വല്ലതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോയിരുന്ന് സംസാരിക്കാം. ഇല്ല, എനിക്ക് നാട് റോഡിൽ വെച്ച് എന്നെ തീരുമാനം അറിയണം. സുശീലെ ആളുകൾ ശ്രദ്ധിക്കും. ശ്രദ്ധിക്കട്ടെ. മോഷണത്തിനും പിടിച്ചു പറിക്കും പത്രത്തിൽ പടവും വാർത്ത അച്ചടിച്ച് വരുന്നത് കാണുമ്പോ അയൽക്കാരെ സന്തോഷത്തോടെ ഓടി നടന്ന് കാണിച്ചിട്ടുള്ളവളാ ഈ സുശീല. അതിനിപ്പോ എന്ത് സംഭവിച്ചടി? നോക്ക് നോക്ക്. സുന്ദരനും സദ്ഗുണസമ്പന്നനുമായ യുവാവ്, ശുദ്ധ ജാതകം, ഉയർന്ന സാമ്പത്തികം, സൗന്ദര്യവും സർക്കാർ ജോലിയുമുള്ള പെൺകുട്ടികളുടെ. അയ്യോ, നിന്നാണ് എന്റെ 2 മക്കളാണ്. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യമായത്. പിന്നെ എങ്ങനെ നിങ്ങളുടെ പടം പത്രത്തിൽ വന്നു? അതാടി ഞാനും ആലോചിക്കുന്നത്. അയ്യോ, ആലോചനയുടെ പരസ്യല്ലേ വന്നിരിക്കുന്നത്. അതെങ്ങനെ വന്നു നിങ്ങൾ അറിയാതെ? സാരമില്ല, ഇത് ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാൻ അറിയാതെ എന്റെ കല്യാണ പരസ്യം പത്രത്തിൽ അച്ചടിക്കാൻ കൊടുത്തവനെ കൊല്ലും ഞാൻ.
ഓ അതെ, പത്രത്തിലും ഇന്റർനെറ്റിലും ഒക്കെ പരസ്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റിയൊരു ആലോചന ഇതിന് ഒത്തു വന്നില്ലല്ലേ? ഇല്ല. ആ, ഈ രാജ്യത്ത് ഒരു 100 കണക്കിന് കല്യാണ ബ്യൂറോകൾ കാണും. പക്ഷേ ഒന്നും പുളിയാമ്പറമ്പിൽ മാരേജ് ബ്യൂറോയുടെ അത്രയും വരത്തില്ല. 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ധൈര്യമായിട്ട് പോ. അല്ല അല്ല, ഫോട്ടോ കിട്ടിയില്ല. ഓ, ഞാനങ്ങ് മറന്നു. ഇതാ. ആ. ഇത് പോരാ, കുറച്ചുകൂടി ഗ്ലാമർ ആയിട്ടൊരു ഫോട്ടോ വേണം. ഇതൊക്കെ എങ്ങനെ നമ്മളൊരു പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടുപോയി ധൈര്യമായിട്ട് കാണിക്കുന്നത്? ശരിയാവില്ല. അതെ, ഈ ആലോചന എനിക്ക് വേണ്ടിയാ. ആ, സമ്മതിച്ചു. പക്ഷേ പെണ്ണിനെയും പെണ്ണിന്റെ വീട്ടുകാരെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കണ്ടേ? അതുകൊണ്ട് ഈ ഫോട്ടോയ്ക്ക് കുറച്ച് അട്രാക്ഷൻ വേണം. സാരമില്ല, ഞങ്ങള് ഇതിനെ മോർഫ് ചെയ്തെടുത്തോളാം. അത് വേണോ? അത് വേണം, എന്നല്ലേ കല്യാണം നടക്കൂ. മോർഫി മോർഫി. അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ധൈര്യമായിട്ട് പോണം. നിങ്ങൾ പറഞ്ഞ ഡിമാൻഡ് പ്രകാരമുള്ള ഒരു കല്യാണം ഉറപ്പിച്ചെന്നാ പോരെ? അത് മതി. അതാ പറഞ്ഞത്, ധൈര്യമായിട്ട് പോ. ഇവന് പറ്റിയൊരു പെണ്ണിനെ ഇവിടെ ഒപ്പിക്കും. എന്തെങ്കിലും ആവട്ടെ, കാശ് കുറെ കിട്ടും. എങ്ങനെ ഉണ്ടേ ബാലപ്പ പുതിയ മാരേജ് ബ്യൂറോകള്? ഭയങ്കര രജിസ്ട്രേഷൻ ആണ് നടക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പൊ ഒരു ദിവസമാണ്, സൺഡേ ഹോളിഡേ ആണ്. ഞാൻ വെറുതെ ഒന്ന് തുറന്നതാണ്. 10 രജിസ്ട്രേഷൻ ആണ് നടന്നത്. ഇത് മിക്കവാറും ഒരു മെഗാ സീരിയലും അങ്ങ് പോവല്ലേ? പോണം പോണം. അതല്ലേ നമ്മള് CK കൊണ്ട് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യിച്ചത്. നോക്ക്, ഇതൊക്കെ ഇന്ന് വന്നതാണ്. നോക്ക്, എങ്ങനെയുണ്ട്? കഷ്ടം. എന്ത് ഇതേടെ വെള്ളം കുടിക്കാത്ത വീട്ടിൽ കിടക്കുന്നതാരി? ഇതിലെന്താ ചൂന്നരപ്പുള്ളൊന്നും ഇല്ലേ? അയ്യോ, ഇവിടെ വരുന്നതെല്ലാം അങ്ങനെയാണ്. ഒരുമാതിരി അണ്ണാൻ ചപ്പിയതും ബാവലടിച്ചതും കുത്തിയിട്ടതും. എടാ, ബിസിനസ് നടക്കണമെങ്കിൽ കുറച്ച് ചുവന്നിരപ്പുള്ള പയ്യന്മാരെ ചെല്ലക്കിളികളെയൊക്കെ ഫോട്ടോകള് മറ്റേ സ്റ്റുഡിയോയിലൊക്കെ അടിച്ച് നിരത്തി വെക്കില്ല, അതുപോലെ ഇവിടെ അടിച്ച് നിരത്തി അങ്ങ് പോയി. അത് ശരിയാണ്, അത് ശരിയാണ്. എടാ ബാലപ്പ, എന്റെ കയ്യിൽ കുറച്ച് പോതരമുള്ള പടങ്ങളുണ്ട്. മറ്റേ സീരിയലിൽ ചാൻസ് വെച്ച് വന്ന പൈലുള്ള അതെല്ലാം നീ എടുത്ത് ഭിത്തിയിൽ മുഴുക്കെ ഒട്ടിച്ചു പോയി കേട്ടെ. എടാ, അങ്ങനെ ഇവിടെ പോടെ. ആര്? ചാക്കോ സാറാ? വാ, അങ്ങാര് ഇവിടെ എവിടെയെങ്കിലും കാണുക. ഏതായാലും എനിക്ക് ഒരു വരുമാന മാർഗമായി നല്ലൊരു എമൗണ്ട് ഞാൻ ഇതിൽ നിന്ന് ഉണ്ടാക്കും. എപ്പോഴാണ് ഇത് നിർത്തിയിട്ട് അടുത്തൊരു പരിപാടി ചാക്കോ സാർ തുടങ്ങുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. 1000 രൂപയുണ്ട്. 1 2 ബാലപ്പന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടല്ലേ? അങ്ങനൊന്നും ഇല്ലെന്ന്. സത്യം പറയാലോ, എനിക്ക് നല്ലപോലെ യോജിച്ചൊരു പെണ്ണിനെ കൂടെ കിട്ടിയാൽ ഓക്കെ, എല്ലാം നടക്കൂടെ. പിന്നെ CK പോലുള്ള ഒരു അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാവണേ. ഉണ്ടാവും. ബാലപ്പ, ഒരു 100 രൂപ ചായ കുടിക്കേ. വലിയ ബുദ്ധിമുട്ടാണ്. 5 പൈസ എടുക്കാനില്ലെന്ന്, പാടാണ്. 1 2 3 4 1 2 3 4 തരൂലല്ലേ? ഇല്ല. വീട്ടിനകത്തിരുന്നാലും ചിലരൊക്കെ ഇടി വീണ് മരിക്കുന്നുണ്ട്. പത്രങ്ങളിൽ ഇന്നലെ ഞാൻ വായിച്ചാണ്. പാണ്ടിലോറിയും ചിലരെ ഇടിക്കും. പോട്ടാ, പോ. പണത്തോളം വരുവോ പാണ്ടി ലോറി? അമ്മേ, എന്താ എവിടെടാ ഈ ജവഹർ കോളനി? ഇതിലെ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ഇവനാരടാ? ആരും കണ്ടില്ല. ജവഹർ കോളനി ഇത് എവിടെ കിടക്കുന്നത്? ഇതാ കിടക്കുന്നത് അങ്കോള. ഇവിടെ ഒരു മാരേജ് ബ്യൂറോ തുടങ്ങണം. അങ്കോള. ചാക്കോച്ചൻ്റെ പുളിയാമ്പറമ്പിൽ ഇത് എവിടെ കിടക്കുന്നു? പുളിയാമ്പറമ്പിലില്ല ഇതിൽ. പുളിയാമ്പറമ്പിലില്ലാത്ത കോളം എന്തൊരു വരണം. ഇരിക്കണം. എന്താ വിശേഷിച്ച്? കേണലിനും വിശാലം ചേച്ചിക്കൊക്കെ സുഖം തന്നെയല്ലേ? അവർക്ക് എന്ത് ദുഃഖം?
പുതിയ ഡിസൈനിലുള്ള സാരിയും കഴിക്കാൻ കൊള്ളാത്ത പുതിയ ആഹാരത്തെക്കുറിച്ചും മാത്രം സംസാരിക്കുന്ന വിശാലൻ ചേച്ചി, ഉത്സവവും വെടിക്കെട്ടുമായി ജീവിക്കുന്ന കുറുപ്പ് സാറ്. അവർക്ക് എന്ത് വേണമെങ്കിലും ആവാലോ, രണ്ടും മെയ്യും ഒറ്റ തടിയുമല്ലേ. ദേ, ഞാനീ പറഞ്ഞൊന്നും അവിടെ ചെന്ന് പറഞ്ഞേക്കരുത്. സത്യമാണോ പറയുന്നത്? ഞാൻ സത്യമേ പറയൂ. സാധാരണ വേലക്കാരെ പോലെ ഇവിടെ നടക്കുന്നത് അവിടെയും അവിടെ നടക്കുന്നത് ഇവിടെയും പറയുന്ന സ്വഭാവം എനിക്കില്ല. ഇത് നടക്കില്ല. ബാലപ്പൻ ചേട്ടാ, എന്ത്? ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാ. എന്ത് കാര്യം? കല്യാണം. കല്യാണം കഴിഞ്ഞ ആര് പയ്യൻ? അതല്ല. പിന്നെ ഏതല്ല? എനിക്ക് പറ്റിയൊരു ചെറുക്കനെ ബാലപ്പൻ മാമ കണ്ടുപിടിച്ചു തരണം. എന്തേ ബാലപ്പൻ മാമേ? ബ്രോക്കർമാരെ അങ്ങനെയല്ലേ വിളിക്കുന്നത്? അതങ്ങ് ബ്രോക്കർമാരെ വിളിച്ചാ മതി. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടാ. ഇത് മാമാ പണിയും ബ്രോക്കർ പണിയും ഒന്നും അല്ല, ഇത് ബ്യൂറോയാണ്, ബ്യൂറോ. എന്തുവാ നോക്കുന്ന? അതിനിവിടെ ബ്യൂറോ ഒന്നും കാണുന്നില്ലല്ലോ. അങ്ങനെ പൂട്ടും താക്കോലിട്ട് വെക്കുന്നതല്ല ബ്യൂറോ. പിന്നെ ഇത് മാരേജ് ബ്യൂറോ, വിവാഹ രജിസ്ട്രേഷൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്, ഡോൾബി ഡിജിറ്റൽ കമ്പ്യൂട്ടറൈസ്ഡ് കൺസൾട്ടൻസി. മനസ്സിലായ? പേര് സ്വീറ്റ് തന്നെയല്ലേ? അതെ. നാള് പറ. പൂയില്യം. എന്താന്ന്? പൂയില്യം. പൂയില്യ? അതെന്തൊരു നാള്? അത് പൂയത്തിന്റെ അവസാന പകുതിയും ആയില്യത്തിന്റെ ആദ്യ പകുതിയും ചേർന്നതാണ് എന്റെ നാള്. ഫസ്റ്റ് നാളാണ് കേട്ടാ. വയസ്സ് പറ. 24. അതാ 48. കൊള്ളാം. ഡിമാൻഡ് വല്ലതും ഉണ്ടോ? ഉണ്ട്. എന്താണത്? പറയൂ. ചെറുക്കൻ എന്നെ പോലെ കറുത്ത നിറമായിരിക്കണം. അതേ നടക്കൂ. പിന്നെ മീശ വേണം. ചെറുക്കനാണെങ്കിൽ മീശ കാണും കേട്ടാ. ജോലി എന്തെങ്കിലും വേണോന്ന് ഡിമാൻഡ് ഉണ്ടോ? ഉണ്ട്. എന്ത് ജോലിയാണ് വേണ്ടത്? ഏതെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ ഡോൾബി ആയിരിക്കണം. ഡോബി അലക്കാര, അത് നമുക്ക് ഒപ്പിക്കാം. അയ്യോ അതല്ല, ഡോൾബി. ഡോൾബിയെ കിട്ടാൻ വലിയ പാടാണ്. ഹോം തിയേറ്റർ ആണെങ്കിൽ പിന്നെയും കിട്ടും. ഡോൾബി വലിയ പാടാ. പിന്നെ കുറച്ച് കഷണ്ടിയുള്ളത് എനിക്കിഷ്ടാണ്. രാഷ്ട്രീയ നേതാക്കന്മാരുമായി അടുപ്പമുള്ള ആളായിരിക്കണം. ഇത്ര ആയ സ്ഥിതിക്ക് ചെറുക്കന് ഇന്ന പേര് തന്നെ ആയിരിക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? ഉണ്ട്. മോനും അച്ഛനും കൂടി ചേരുന്ന പേരായിരിക്കണം. ഓ, മോനിച്ചൻ അല്ല. പിന്നെ അച്ഛനെ നമ്മള് അപ്പാന്ന് വിളിക്കാറില്ലേ? അച്ഛനെ പിന്നെ അളിയാന്ന് വിളിക്കുവോ നമ്മള്? അല്ല, അങ്ങനെ വിളിക്കാറില്ലേ? ഉണ്ട്. അങ്ങനെ വരുന്ന ഒരു പേര്. അങ്ങനെ വരുന്നൊരു പേര്. അച്ഛനെ അപ്പാന്ന് വിളിക്കാം, കുഴപ്പമില്ല. മോനെ മോളായിക്കൂടെ? ഇല്ല, അത് പറ്റില്ല. മോൻ തന്നെ വേണം. മോനെ അപ്പോ കുഞ്ഞ്, പുത്രൻ, ബേബി, ബാല. ബാല 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 പ്ലസ് ബാലപ്പ. ഞാൻ നീ ഞാൻ ബുദ്ധി അപ്പ അല്ല. നീ വന്നേടാ. ഈ മാരേജ് ബ്യൂറോയുടെ ഓണറുടെ വീട് ഇതാണ്. പുള്ളിക്കാരനുണ്ടോ? പള്ളിയിൽ പോയിരിക്കുകയാണ്, ചിലപ്പോ ഇപ്പൊ വരും. എനിക്ക് നല്ല പരിചയമല്ലേ, നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടാ? നിങ്ങളാരാ? ഞാൻ ആരാന്ന്? ഞാനല്ലേ മാരേജ് ബ്യൂറോയുടെ ഓൾ ഇൻ ഓൾ. ഞാൻ അറിയാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല. ഓഹോ, അപ്പൊ അത് നീയാണല്ലേടാ? ഞാൻ അറിയാതെ എന്റെ പടം പത്രത്തിൽ കൊടുത്തിട്ട് എനിക്ക് പെണ്ണാലോചിക്കുന്നത് നീയാണല്ലേടാ? എടാ, ജയിലിൽ നിന്ന് വന്നപ്പോഴാടാ ഞാൻ വിവരം അറിഞ്ഞത്. എന്റെ കുടുംബം നീ കുളം തോണ്ടിയാണ്. തിരിച്ച് ജയിലിൽ പോകണ്ടെന്ന് ഞാൻ വിചാരിച്ച നീ ഒന്നും എന്നെ കൊണ്ട് സമ്മതിക്കില്ല. ഞാനൊന്ന് പറയട്ടെ. അതെ, നിങ്ങളുടെ അനിയനാന്ന് പറഞ്ഞു ഒരുത്ത അവിടെ വന്നിരുത്. ഫോട്ടോ എടുത്ത് തന്നെ അവനാണ്. അനിയനാ? എനിക്കറിയാം അവന്റെ പേരെന്തോടാ? സഭാഷ. പേര് ചോദിച്ചപ്പോ വീണ്ടും ഇതിന്റെ ആവശ്യമുള്ള ഞാൻ നന്നായി കൊള്ളാം. വേണമെങ്കിൽ ഞാൻ അവനെ വിളിപ്പിക്കാന്ന്. വിളിപ്പിക്കണം, വിളിപ്പിക്കേണ്ടി വരും. ഞാൻ വീണ്ടും വരും. എന്നെ അറിയാമല്ലോ നിനക്ക്.
വരുവാടാ എന്താടാ ഏ ഇല്ല ഇല്ല വെറുതെ ചുമച്ചാണ്. എടാ പെണ്ണുങ്ങൾക്ക് വഴി കിടക്കട്ടെ. കമാൻഡ് അടി. എവിടെ പോണ്ട? വീട്ടിൽ പോണം സാർ. എന്തിനാ ആ വഴി പോണത്? ഈ വഴിക്ക് പോണം സാർ. എടാ വീട്ടിൽ പോണെങ്കിൽ ഈ വഴി പോടാ. ഡേ ന്യായങ്ങൾ പറയില്ലേ? CI പ്രകാശ് കുമാറിന്റെ ന്യായങ്ങൾ പറയില്ലേ? വീട്ടിലേക്ക് ഇതുവഴി പോണ്ട, ഇതുവഴി പോണം എന്ന് പറഞ്ഞാൽ ഇതുവഴി പോണം. ഡേ നിന്റെയൊക്കെ ക്രാവലുണ്ടല്ലോ, CI പ്രകാശ് കുമാറിന്റെ സർക്കിളിൽ നടക്കൂല. മനസ്സിലായടാ? പോടാ. എടാ പോടാ. നോക്കടാ, ഓടടാ. വണ്ടിയെടാ. എടാ നീ പറ, എന്നെ പോലെ ഇത്രയും പവറായിട്ട് വേറെ ഏതെങ്കിലും CIമാര് യവന്മാരെങ്ങനെ വരട്ടുവോ? ഇല്ല സാർ. അതാണ് പറയണത്. എടേ നമ്മൾ സ്ഥലം മാറ്റത്തിന് പേടിക്കാതിരുന്നാൽ മതി. പോലീസുകാർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഗുണ്ടകളെയും കൊലപാതകം ചെയ്തവരെ അല്ല, സ്ഥലം മാറ്റത്തിനെയാണ്. സ്ഥലം മാറ്റത്തിനെ പേടിക്കാതിരുന്നാൽ ആരും നമ്മളെ എതിർക്കാൻ ധൈര്യം കാണിക്കില്ലടേ. എന്തോന്നേ വണ്ടി നിർത്തിയത്? അത് കണ്ടോ സാർ? ഇതാര് കുരിശി തറഞ്ഞോളം നിൽക്കുന്നത്? ഓ അത് ശരി, അങ്ങനെ. സെബാസ്റ്റ്യ വണ്ടി അവന്റെ നെഞ്ചു കൂടെ കയറ്റി ഇറക്കണേ നീ. അയ്യോ സാർ. വീട്ടിനകത്ത് ഒളിച്ചിരുന്ന് കാണിക്കുന്ന കൃത്രിമത്തിന് പെരുവഴിയിൽ നിന്നാ മറുപടി പറയാൻ പോകുന്നത്. ഇറങ്ങി വാ, 10 പേര് കാണട്ടെ. ഈ യൂണിഫോം ദേഹത്ത് കയറുമ്പോൾ പ്രത്യേകം എന്തിനാണെന്ന് അറിയാല്ലേ? ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുഖപരിചയൊന്നും നോക്കൂല. മുഖമില്ലാത്തവർക്ക് അങ്ങനെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഒരു മനുഷ്യർ ആദ്യം വേണ്ടത് എന്താണെന്നറിയാവോ? തിരിച്ചറിവ്. അതില്ലാത്തവർക്ക് അതുള്ളവർ പറഞ്ഞു കൊടുക്കും. അത് ശരി. അപ്പൊ അത് പഠിപ്പിക്കാനായിരിക്കും ടൈറ്റാനിക് സിനിമയിലെ നായകന്റെ തൊട്ട് നട റോട്ടി കൈ വിടർത്തി ഇങ്ങനെ നിന്നത്.